പണ്ട് പുതുക്കോട്ടയിലെ ഒരു കൊട്ടാരത്തിൽ ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 ആൺമക്കളും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയായിരുന്നു. ആ സന്തോഷം അധിക നാളൊന്നും നീണ്ടുനിന്നില്ല. രാജാവിൻ്റെ ഭാര്യ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു. പിന്നീട് രാജാവ് മറ്റൊരു വിവാഹത്തിന് തയ്യാറാവാതെ തൻ്റെ സ്വന്തം ജീവിതം മക്കൾക്ക് വേണ്ടി അർപ്പിച്ചു. അങ്ങനെ രാജാവും മക്കളും നാടുനീളെ യാത്ര ചെയ്യുകയും യുദ്ധങ്ങളിൽ രാജാവിനോടൊപ്പം മക്കളും പങ്കെടുക്കുകയും ചെയ്തു. പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങളിലും അവർ വിജയം കൈവരിക്കുകയും ചെയ്തു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മന്ത്രി രാജാവിനോട് വന്നുകൊണ്ട് പറഞ്ഞു, അല്ല പ്രഭു, നമ്മുടെ മക്കൾക്ക് വിവാഹമൊക്കെ കഴിപ്പിച്ചു കൊടുക്കണ്ടേ? ആ, കൊടുക്കണം. അങ്ങനെ രാജാവ് തൻ്റെ മക്കളെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നാടുമുഴുക്കെ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് രാജാവിൻ്റെ 2 ആൺമക്കളും വിവാഹിതരായി. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു. പക്ഷേ ഈ സന്തോഷം അധിക നാൾ നീണ്ടുനിന്നില്ല. മക്കളിൽ ഒന്നാമൻ്റെ ഭാര്യയ്ക്ക് തന്നെക്കാൾ അച്ഛനെയാണ് സ്നേഹിക്കുന്നതെന്നറിഞ്ഞപ്പോൾ ഇത് സഹിച്ചില്ല. അവൾ ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് ഈ കൊട്ടാരം വിട്ടുപോകാം. നിങ്ങളുടെ അച്ഛനോട് സ്വത്ത് ഓഹരി വെക്കാൻ പറയൂ. മകൻ പറഞ്ഞു, ഞാനിതെങ്ങനെ അച്ഛനോട് പറയും? നീ തന്നെ പോയി പറഞ്ഞോ. അങ്ങനെ മരുമകൾ ഈ കാര്യത്തിനെ പറ്റി അച്ഛൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. സങ്കടത്തോടു കൂടെയാണെങ്കിലും രാജാവ് അവസാനം അതിന് സമ്മതിച്ചു. അങ്ങനെ രാജാവിൻ്റെ സ്വത്ത് മുഴുവൻ 2 മക്കൾക്കായി വീതിച്ചു കൊടുത്തു. അങ്ങനെ കാലം കുറെ കടന്നുപോയി. അങ്ങനെ രാജാവിൻ്റെ ഒന്നാമത്തെ മകൻ രോഗബാധിതനായി. രോഗത്തിന് ചികിത്സിച്ച് രാജാവ് നൽകിയിരുന്ന എല്ലാ സ്വത്തുക്കളും നഷ്ടമായി. അവസാനം മരുമകൾ രാജാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, ഞങ്ങളെ രക്ഷിക്കണേ അച്ഛാ. സ്നേഹനിധിയായ രാജാവ് അവർക്ക് പുറത്തു കൊടുക്കുകയും കൊട്ടാരത്തിൽ ജീവിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ രാജാവും മക്കളും മരുമക്കളും കൂടെ ആ കൊട്ടാരത്തിൽ സന്തോഷമായി ജീവിച്ചു. ഈ കഥയിലെ ഗുണപാഠം എന്തെന്ന് വെച്ചാൽ, സമ്പത്തിനല്ല മറിച്ച് സ്നേഹത്തിനാണ് നാം വില നൽകേണ്ടത്.